ഹായ്. ഇൻകം ടാക്സുകാർ നോട്ടീസ് അയച്ച് ഒരുപാട് കള്ളപ്പണം പിടിച്ച കേസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് പലപ്പോഴും വലിയ വലിയ കള്ളപ്പണം കേസുകൾ അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാടുകൾ ഇതൊക്കെ ഒരു നോട്ടീസിൽ നിന്നായിരിക്കാം ചിലപ്പോൾ തുടങ്ങി അത് റിയലൈസ് ചെയ്യുന്നത്. എന്നാൽ ഇൻകം ടാക്സുകാർ നോട്ടീസ് അയച്ച് അവസാനം പുലിവാല് പിടിച്ച ഒരു കഥയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതായത് കടുവയെ പിടിച്ച ഒരു കിടുവയുടെ കഥയാണ് നമ്മളുടെ ഇന്നത്തെ സ്റ്റോറി. മഹാരാഷ്ട്രയിലാണ് സംഭവം നടക്കുന്നത്. 2018-19 അസസ്മെൻ്റ് ഇയറിൽ ഒരു മഹാരാഷ്ട്രയിലെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഫേം, അതായത് CC ഡാങ്കി ആൻഡ് അസോസിയേറ്റ്സ് എന്നുള്ളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഫേമിന് എഗെയിൻസ്റ്റ് ACIT, അതായത് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഒരു നോട്ടീസ് അയക്കുകയാണ്. സെക്ഷൻ 148 പ്രകാരമുള്ള നോട്ടീസാണ് അയക്കുന്നത്. അതായത് അവർ കുറച്ച് ബോഗസ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കമ്പനിയുടെ പേരിലുള്ള ഒരു റിലേഷനായിട്ടുള്ള ഒരു നോട്ടീസാണ് അയക്കുന്നത്. ഈ മെസ്സേജ് ഫ്ലാഷ് ഫോർജ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനിയിൽ കുറച്ച് GSTയുമായി ബന്ധപ്പെട്ട് ഈ ബോഗസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവർ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരു ബോഗസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് GSTയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ GSTന്ന് കുറച്ച് ഇൻഫർമേഷൻസ് എന്ത് കിട്ടിയിട്ടുണ്ട്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഫേമിന് നോട്ടീസ് അയക്കുന്നു. അതായത് ഇവരുമായിട്ട്, ഈ ഒരു പാർട്ടിയുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട്, അപ്പോൾ നിങ്ങൾ ബോഗസ് ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്, അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നോട്ടീസ് അയക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരുപാട് പവേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പല ആളുകളിൽ നിന്നും ഇതുപോലെ തന്നെ ഡാറ്റ കളക്ട് ചെയ്യുന്നു. ഇപ്പോൾ സബ് രജിസ്ട്രാർ ഓഫീസ് അല്ലെങ്കിൽ ബാങ്കുകൾ, ഇങ്ങനെയൊക്കെയുള്ള ക്യാഷ് ഡെപ്പോസിറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. ഇൻകം ടാക്സ് ആക്ടിൽ നിങ്ങൾ സെക്ഷൻ 133(6) എന്നുള്ളൊരു ആ ഒരൊറ്റ ഭാഗം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്കറിയാം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പവർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ കൈകോർക്കുന്നുണ്ട്. അപ്പോൾ GST ഡിപ്പാർട്ട്മെൻറ്റായിട്ട്, GST ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഇനി അപ്കമിങ് ആയിട്ടുള്ള നമ്മുടെ ഇൻകം ടാക്സ് ബില്ലിൽ പല ആളുകളുമായിട്ട് ഈ സെക്ഷൻ 148നെ ലിങ്ക് ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 247 ആണ് പുതിയ ഇൻകം ടാക്സ് ബില്ലിലെ സെക്ഷൻ. അവിടെ CBI ആയിട്ട് അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറായിട്ട് വരെ ഈ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനും ഇതുപോലെ തന്നെ 148 പോലെയുള്ള നോട്ടീസുകൾ അയക്കാനൊക്കെ ഉള്ള പവർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. അപ്പോൾ നമ്മുടെ കഥയിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു ഫ്ലാഷ് ഫോർജ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനിയിൽ നിന്നും ഇവരെന്ത് ചെയ്തിരിക്കുന്നു, ഈ CA ഫേം ഇതുപോലെയുള്ള ബോഗസ് ആയിട്ടുള്ള സപ്ലൈ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അങ്ങനെ ഒരു അതിൻ്റെ ബേസിൽ ഒരു 148 നോട്ടീസ് അയക്കുകയാണ്. അപ്പോൾ ഇവരെന്ന് പറയുന്നത് ഈ ഫ്ലാഷ് ഫോർജ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി, ഇവർ അകപ്പെട്ടിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് ഇവർ സ്റ്റീൽ, സിമൻറ്റ് അങ്ങനെയുള്ള സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ഇഷ്യൂസ് വന്നിരിക്കുന്നത്. ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ഇഷ്യൂ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ മലപ്പുറം, നമ്മുടെ നിലമ്പൂരൊക്കെ ഈ അടക്കയുമായി ബന്ധപ്പെട്ടിട്ട് കോടികളുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വെട്ടിപ്പുകളൊക്കെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പെരുമ്പാവൂർ ഫ്ലൈവുഡ് ഫാക്ടറികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതായത് വെട്ടിപ്പുകളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഈ GSTയിൽ തന്നെ ഒരു വെരിഫിക്കേഷൻ, ആധാർ OTP വെരിഫിക്കേഷനൊക്കെ വന്നിട്ട് ആ ഒരു KYC ജെനുവിനാണ്, ഓരോ രജിസ്ട്രേഷനും ജെനുവിനാണ്, പക്കയാണെന്നൊക്കെ എന്ത് ചെയ്തത്, അതൊന്നും വീണ്ടും GSTയിൽ തന്നെ ഒരു വെരിഫിക്കേഷൻ, ഒരു പ്യൂരിഫിക്കേഷൻ കൊണ്ടുവന്ന് ഇതുപോലെയൊക്കെയുള്ള കേസുകളൊക്കെയാണ്. അപ്പോൾ നമ്മളുടെ കേസിൽ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നടന്നിരിക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ബോഗസ് ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൊടുത്തേക്കുന്നത് സ്റ്റീൽ, സിമൻറ്റ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്, ഗുഡ്സുകൾ ഡീൽ ചെയ്തിട്ടാണ്. പക്ഷേ ഇത് പ്യുവർലി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഫേമാണ്. അപ്പോൾ ഇത് ആ ഒരു ലിങ്ക് പോലും നോക്കാതെ എന്ത് ചെയ്തു, നമ്മളുടെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഇവർക്ക് നോട്ടീസ് അയക്കുന്നു. CC ഡാങ്കെ ആൻഡ് കമ്പനി എന്നുള്ളൊരു അസോസിയേറ്റ്സിന്, ചാർട്ടേഡ് അക്കൗണ്ട്സ് ഫേമിന് നോട്ടീസ് അയക്കുന്നു. അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു, അവർ നാച്ചുറലി അങ്ങോട്ട് റിപ്ലൈ കൊടുക്കുന്നു, ഞങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഫേമാണ്, ഞങ്ങളല്ല സിമെൻറ്റും കമ്പിയും മേടിക്കുന്ന ആളുകളല്ല. അപ്പോൾ ഞങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സർവീസസ്, അവർക്ക് കുറച്ച് ഓഡിറ്റ് സർവീസസ് ആയിരുന്നു, മേ ബി ചിലപ്പോൾ അവരുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് ആയിരിക്കാം ഇവർ. അപ്പോൾ ഞങ്ങൾ അവർക്ക് ഓഡിറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ മറ്റ് കൺസൾട്ടൻസി സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബില്ല് കൊടുത്തിട്ടുണ്ട്, ബില്ല് റേസ് ചെയ്തിട്ടുണ്ട്, ദെൻ നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ GST അടച്ചിട്ടുണ്ട്, ഇവൺ അതിൻ്റെ TDS അവർ കളക്ട് ചെയ്തിട്ടുണ്ട്, 1 ലക്ഷം രൂപയോളം TDS കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഫോം നമ്പർ 26IS ഇതിൻ്റെ ഇൻകം ടാക്സിൻ്റെ തന്നെ ഫോം നമ്പർ 26IS ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതായത് ഇതൊരു ജെന്യുവിൻ ട്രാൻസാക്ഷനാണ്, ഞങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ ഈ ഒരു പൈസ കൂടി കാണിച്ചിട്ടാണ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്ലൈ തന്നെ എന്ത് ചെയ്തു, ഇവർ കൊടുക്കുകയുണ്ടായി. പക്ഷേ ഇനി അപ്പുറത്തെ സൈഡിൽ ഈ ഓഫീസർ ഇതൊരു ഫേസ്ലെസ് അസസ്മെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ 2020 ശേഷം ഇതുപോലെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ഒരു ഫേസ്ലെസ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ അപ്പുറത്തെ സൈഡിലുള്ള ഈ ഒരു ഓഫീസർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അങ്ങനെ ഒരു കാര്യമായിട്ടൊരു നോട്ടം പോലും ചെയ്യാതെ വെറുതെ കാഷ്വലായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ തന്നെ എന്ത് സംഭവിക്കും, ഇത് അറിയാവുന്നതേ ഉള്ളൂ ഈ ഒരു കാര്യം.
അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഒരു ഇഷ്യൂ പറ്റിയേക്കുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസാണ്. പക്ഷേ ഇവരെന്ന് പറയുന്ന ഒരു സർവീസ് ഏരിയയാണ്. ഇവരെല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റുകളും കൊടുത്തിട്ടുണ്ട് ഇതൊരു ജെനുവിൻ ട്രാൻസാക്ഷൻ ആണ് എന്നുള്ളത്. അപ്പോൾ ഒരു പ്ലെയിൻ റീഡിങ്ങിൽ തന്നെ അത് സ്കിപ്പ് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. ഇനീഷ്യലി അത് ഇനീഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു സർവീസ് സെക്ടറിലുള്ള ഒരു സംഭവമാണ്, ഒരു ഫെയിമാണ് ഇവർ. അപ്പോൾ എന്നിരുന്നാൽ തന്നെയും ഇവരെല്ലാ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാമായിരുന്നു, ഇത് ഡ്രോപ്പ് ചെയ്യായിരുന്നു. അത് അത്രയും പക്കായിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ 148A നോട്ടീസിന് ശേഷം 148A ഇപ്പോൾ മുമ്പത്തെ സെക്ഷൻ 148 പ്രകാരം ആദ്യമൊക്കെ ഇനീഷ്യലി എന്ത് ചെയ്യുമായിരുന്നു, അതൊരു അസസ്മെൻറ്റ് പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. പക്ഷേ പിന്നീട് 2021 ശേഷം ഇത് അമെൻഡ് ചെയ്തു സെക്ഷൻ. അതായത് ഒരു പ്രിൻസിപ്പൽ കമ്മീഷണറുടെ ഒരു പെർമിഷനോട് കൂടിയിട്ട് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, 148 പോകാനായിട്ട് മൂവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അത് സെക്ഷൻ 148A പ്രകാരമാണ് ആ ഒരു അപ്രൂവലിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഈ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് ഇങ്ങനെ നോട്ടീസ് അയക്കുന്നു, ഇവർ റിപ്ലൈ തരുന്നു. നോർമലി ഡ്രോപ്പ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇത് ആ ഒരു അത്രയ്ക്ക് ഓവർസൈറ്റ് എന്ന് പറയുള്ളൂ, അതേപോലെ അത് ആ മറുപടി നോക്കുക പോലും ചെയ്യാതെ വീണ്ടും എന്താണ് GSTക്കാർ ഇങ്ങനെയൊക്കെയുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ അഴിമതികളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുമ്പോൾ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് എന്താണ് പ്രിൻസിപ്പൽ കമ്മീഷണറുടെ പെർമിഷൻ എടുത്തുകൊണ്ട്, അതായത് പ്രിൻസിപ്പൽ കമ്മീഷണർ പോലും അത് വായിച്ചു നോക്കിയിട്ടില്ല, ഒരു അപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് അവിടെ ഉണ്ടായിട്ടില്ല എന്നർത്ഥം. അങ്ങനെ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, ഇത് 148 മൂവ് ചെയ്തു. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഫേസ്ലെസ് അസസ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു വലിയ ഒരു മാറ്റമാണ്. കോവിഡിന് ശേഷമാണ് ഈ ഫേസ്ലെസ് അസസ്മെൻ്റ് ഒക്കെ വന്നത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ ടാക്സ് പേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ് ഈ ഫേസ്ലെസ് അസസ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഒരു ഓൾമോസ്റ്റ് ഓൾ കേസസും വളരെ മനോഹരമായിട്ട് തന്നെ, വളരെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ടെങ്കിൽ പോലും വളരെ ചുരുക്കം ചില കേസുകൾ എന്താണ് ഇത്ര അധികം എഫർട്ട് എടുത്ത് ഡാറ്റ എടുത്ത് ചാർട്ടേഡ് അക്കൗണ്ട്സോ അല്ലെങ്കിൽ ടാക്സ് പേയേഴ്സൊക്കെ ഡാറ്റ സബ്മിറ്റ് ചെയ്യുന്നത് ഒന്ന് വായിച്ചു പോലും നോക്കാതെ അതിനെ തള്ളിക്കളയുന്ന രീതിയിലുള്ള അസസ്മെൻറ്റുകളും ഈ ഫേസ്ലെസ്സിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു ദയനീയമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ പ്രിൻസിപ്പൽ കമ്മീഷണർ അത് അപ്രൂവ് ചെയ്യുന്നു. ഒരു 148 ഇത് നോട്ടീസാക്കിയിട്ട് കൊടുക്കുന്നു. അപ്പോൾ 148 നോട്ടീസ് വന്നപ്പോൾ നമ്മുടെ CC ഡാങ്കെ ആൻഡ് കമ്പനി ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബോംബെ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു. അപ്പോൾ കോടതി എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തു. അപ്പോൾ കോടതിക്ക് പ്രമാ ഫേസേ തന്നെ മനസ്സിലായി ഇതിൽ ഒരു അൺനെസസറി ആയിട്ടുള്ളൊരു നോട്ടീസാണിത്. കാരണം എല്ലാ കാര്യങ്ങളും ഇവിടെ ഓക്കെയാണ്. അതായത് ഇവർ അപ്പുറത്തെ സൈഡിലുള്ള കേസിലോ എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഒരു ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സ്കാം ആയിരുന്നു GSTയിൽ നടന്നിരുന്നത്. ഇപ്പുറത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരൊരു സർവീസ് സെക്ടറാണ്, ഇവരൊരു ഓഡിറ്റ് സർവീസസ് ആണ് കൊടുത്തത്. എല്ലാ എവിഡൻസസും ഇവിടെ ഉണ്ട്. ഇവർ സർവീസസ് കൊടുത്തതിൻ്റെ അല്ലെങ്കിൽ ബില്ല് കാര്യങ്ങളെല്ലാം ഉണ്ട്. 26 IAS ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോർട്ടലിൽ വരെ അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. അവർ ഇൻകം ടാക്സ് അവരുടെ റിട്ടേണിൽ അത് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നിരിക്കെ എന്തിനാണ് വെറുതെ അൺനെസസറി ആയിട്ട് ഇങ്ങനെ വിത്തൗട്ട് അപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ഇങ്ങനെ ഒരു നോട്ടീസ് ഇടുന്നത് എന്ന് കാണിച്ചുകൊണ്ട് കോടതി ആ ഒരു ഒബ്സർവേഷനാണ് രേഖപ്പെടുത്തിയത്. മാത്രമല്ല കോടതി പറഞ്ഞത് ഇതിന് മുൻപും ഇതുപോലെയുള്ള എന്താ പറയുക വിത്തൗട്ട് അപ്ലിക്കേഷൻ ഓഫ് മൈൻഡിൽ ഒരുപാട് ഓർഡറുകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് തീർത്തും നിരാശാജനകമാണ് എന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല ഇതിൽ വലിയൊരു ബ്ലണ്ടർ എന്ന് പറയുന്നത് ഇതിൽ പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് അവർ അപ്രൂവ് ചെയ്തതിൽ ഒരു തേർഡ് പാർട്ടിയുടെ പേരാണ് വെച്ചിരിക്കുന്നത്. അതായത് ഈ നമ്മൾ ഈ ഫസ്റ്റ് ഫ്ലാഷ് അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ പേര് പോലും കാണിക്കാതെ വേറൊരു കമ്പനിയുടെ പേരാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അതായത് പലപ്പോഴും ഒരു കോപ്പി പേസ്റ്റൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ പലപ്പോഴും ഇത്രയും കെയർലെസ് ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല എന്ന് കാണിച്ചുകൊണ്ട് ഒരു എൻക്വയറി തന്നെ നടത്തണം എന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഹയർ അതോറിറ്റിക്ക് ഒരു എൻക്വയറി തന്നെ നടത്തണം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല ഇതിൽ രസകരമായൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അതായത് കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെ ഓർഡർ ഇടുന്ന ആളുകളായതുകൊണ്ട് തന്നെ നാഷണൽ അസോസിയേഷൻ ഓഫ് ബ്ലൈൻഡിലേക്ക് 25,000 രൂപ വെച്ചിട്ട് ഇവരെ കൊണ്ട് പെനാൽറ്റി അടപ്പിക്കാനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലും വലിയൊരു നാണക്കേട് തന്നെ ഇനി ഇല്ല എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ഫേസ്ലെസ് അസസ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് ആളുകൾ നോട്ടീസ് അയക്കുന്നു, നല്ല കാര്യം, ഒരുപാട് കള്ളപ്പണമൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷേ വളരെ ചെറിയ ഒരു ശതമാനം ഓഫീസേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ പ്രൊസീഡിങ്സൊക്കെ തെറ്റായ ദിശയിലേക്ക് അല്ലെങ്കിൽ തീർത്തും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ കോടതിയുടെ ഇടപെടൽ വളരെ നേർവഴിക്കായിട്ടുള്ളൊരു ഇടപെടലാണ് കോടതി നടത്തിയിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കേസ് ലോ ആണ് ഇത്. അപ്പോൾ ഞാൻ ഈ കേസ് ലോൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ അതിൻ്റെ
കോടതിയുടെ ഓർഡറുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കേസിലോ മൊത്തത്തിലൊന്ന് വായിച്ച് നോക്കി കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കേസിലോ ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വായിച്ച് നോക്കുക. ഇതുപോലെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വീഡിയോസുള്ളത് നമ്മുടെ ചാനലിലാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.